ഹലോ ആലപ്പുഴക്കാരെ, നിങ്ങളോടാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് നിങ്ങളെ പ്രഖ്യാപിച്ചത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഇനി ആലപ്പുഴക്കാർക്ക് അറിയില്ലെങ്കിൽ മറ്റു ജില്ലക്കാർക്ക് ഉത്തരം പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആലപ്പുഴയാണോ? ഇന്ത്യയിലുള്ളവർക്കും ഇന്ത്യയിലുള്ള പുറത്തുള്ളവർക്കും ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. ഇത് ചോദിക്കാനുള്ള കാരണം നമ്മുടെ തൃശ്ശൂരുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിജി എന്ന് പറയുകയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ടുള്ള ആലപ്പുഴയിൽ വേണം എയിംസ് വരേണ്ടത് എന്ന്. ഇത് നീണ്ട നീണ്ട കഥയാണ്. ഒരു ചുരുക്കമായിട്ട് ഞാൻ കഥ പറയാം. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോക്സഭ ഇലക്ഷൻ്റെ സമയത്ത് സുരേഷ് ഗോപിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ നമ്മൾ എയിംസ് കൊണ്ടുവരും എന്നെ ജയിപ്പിച്ചാലെന്ന്. അങ്ങനെ പുള്ളി ജയിച്ചു, പുള്ളി കേന്ദ്രമന്ത്രിയായി, ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്നാണ് ആലോചിച്ചത്, അയ്യോ ഇനി ഇലക്ഷൻ വരികയാണ്, പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, നിയമസഭാ ഇലക്ഷൻ വരുന്നു, വീണ്ടും എയിംസ് ചെറുതായിട്ട് അങ്ങ് കത്തിച്ചു തുടങ്ങി. അങ്ങനെ പുള്ളി ഇപ്പോൾ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്, കലുങ്ക് ചർച്ച എന്ന് പറഞ്ഞിട്ട്. അതായത് ഏതെങ്കിലുമൊക്കെ നാട്ടിൽ പോയിട്ട് കലുങ്കിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കുറേ കഥയൊക്കെ ഇങ്ങനെ പറയും, കുറേ ആൾക്കാരുടെ നെഞ്ചത്തോട്ടൊക്കെ കയറും. അതാണ് സംഭവം. അപ്പോൾ ഈ കൂട്ടത്തിൽ പുള്ളി പറയാണ്, എയിംസ് നമ്മൾ ആലപ്പുഴയിലാണ് കൊണ്ടുവരുന്നത്. അതിനുള്ള കാരണം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ആലപ്പുഴ, അതുകൊണ്ടാണ് നമ്മളവിടെ കൊണ്ടുവരുന്നത്. അതിൻ്റെ കൂടെ പുള്ളി ഒരു കാര്യം കൂടെ വിശദമായിട്ട് പറഞ്ഞു. ജനസാന്ദ്രതയുടെ കാര്യത്തിലല്ല പറയുന്നത്, ജനസാന്ദ്രതയുടെ കാര്യത്തിൽ മലപ്പുറമാണ് ഒന്നാം സ്ഥാനത്ത്, ഇത് വീതിയും വലിപ്പത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ ആലപ്പുഴയാണ് ഒന്നാം സ്ഥാനത്ത്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊണ്ടുവരണം? ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരണം. അതിനുള്ള കാരണം അവിടെ ടൂറിസം വികസിക്കും, അതുപോലെ തന്നെ ആളുകളൊക്കെ പുറത്തുനിന്ന് വരും, വികസിത രാജ്യമായിട്ട് അതിനെ മാറ്റും എന്നാണ് ഈ കൊച്ചു ആലപ്പുഴയെക്കുറിച്ച് നമ്മുടെ കേന്ദ്രമന്ത്രിജി പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? നിങ്ങളുടെ ടൈം സ്റ്റാർട്ട്സ് നൗ.